നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലും സ്വർണ്ണക്കവർച്ച നടന്നുവെന്ന സൂചന നൽകി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണക്കില്ല. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24-ന് ലഭിച്ചു. അതേസമയം കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് തീരുമാനിക്കും. ശബരിമലയിലെ കൊടിമരം സ്വർണം പൂശാൻ 3,20,00,000 രൂപ നൽകി കസ്റ്റംസിൽ നിന്ന് 9,573 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതിൽ 9,340 ഗ്രാം കൊടിമരത്തിൽ ഉപയോഗിച്ചു. ബാക്കി വന്ന 233 ഗ്രാം സ്വർണത്തിലാണ് വ്യക്തതക്കുറവ്. ഇതിനു പുറമെ 6 ഭക്തർ ചേർന്ന് 412 ഗ്രാം സ്വർണവും കൈമാറിയിരുന്നു. ഈ കണക്ക് മഹസറിലുണ്ടെങ്കിലും തിരികെ രസീത് നൽകിയതായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്കിടെ തന്നെ ചോദ്യം ചെയ്യാനാണ് നീക്കമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണത്തിൽ അന്വേഷണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സ്ഥിതിക്ക് പിണറായിയുടെ മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്വേഷണം നടത്താൻ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് രൂപീകരിക്കും. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ED സമൻസ് നൽകി. കേസിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് EDയുടെ സമൻസ് ജയറാമിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നടന് സമൻസ് അയച്ചത്. സ്വർണ്ണപ്പാളികൾ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തിയതും വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും നേരത്തെ ജയറാം തന്നെ സമ്മതിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് ED തുടക്കത്തിൽ സമൻസ് അയച്ചത്. VSSCയിലെ പരിശോധനയിൽ അവ്യക്തത ഉള്ളതിനാൽ പാളികളുടെ അതിസൂക്ഷ്മ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിലൊന്നിൽ പരിശോധന നടത്താനാണ് SIT ആലോചിക്കുന്നത്. ഇതിനായി 12-ന് സന്നിധാനത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ സമയം ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. കുറ്റപത്രമടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയാണ് നൽകിയത്. മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വോട്ടുത്സവം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒളിയം പെയ്തും CPIM ആലപ്പുഴ നേതൃത്വത്തെ കടന്നാക്രമിച്ചും മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ G സുധാകരൻ. തെരഞ്ഞെടുപ്പിലെ 2 ടേം വ്യവസ്ഥ എല്ലാവരും പാലിക്കുന്നില്ലെന്ന് 24-ന്റെ ഫോർ ദ പീപ്പിളിൽ G സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ ക്രിമിനൽ സംഘങ്ങളുണ്ടെന്നും G സുധാകരൻ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ CPIM-ലെ 2 ടേം വ്യവസ്ഥയിൽ തുറന്നടിക്കുകയാണ് G സുധാകരൻ. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ
ചില തീരുമാനങ്ങൾ ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമില്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ജി സുധാകരൻ 24-നോട് പറഞ്ഞു. ആലപ്പുഴ CPIM ജില്ലാ നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനം. അല്ല, എന്തുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും താങ്കളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം? അകറ്റി നിർത്തുന്നത് ഇവിടുത്തെ ജില്ലാ നേതൃത്വം. അവർക്ക് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട്, അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്കെല്ലാം അറിവുണ്ട്. അവർ നടത്തും. എനിക്ക് തർക്കമില്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നേ വരെ ഒരു പരാതി സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്തു. അറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ 63 വർഷമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്നും ജി സുധാകരൻ. മന്ത്രിമാരിൽ നിന്നുള്ള അവഗണന നേരിട്ടു. വൈറ്റിലപ്പാലം പൊളിച്ചു കളയണമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നോടോ പൊതുമരാമത്ത് മന്ത്രിയോടോ ആലോചിക്കാതെയെന്നും ജി സുധാകരൻ പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലാണ് ജി സുധാകരന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഫോർ ദ പീപ്പിൾ പ്രേക്ഷകർക്ക് കാണാം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അടുത്ത വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷിനെ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. A സുരേഷുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി. തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് A സുരേഷിന്റെ പ്രതികരണം. സുരേഷിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ. CPIM-ന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നായ മലമ്പുഴയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റും വിശ്വസ്തനുമായിരുന്ന A സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. ഇക്കാര്യം A സുരേഷും സ്ഥിരീകരിച്ചു. എന്നാൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് A സുരേഷിന്റെ പ്രതികരണം. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. എന്താണെങ്കിലും സുരേഷിനെ പോലുള്ളൊരു ആൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിലെ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തർക്കവുമില്ല. ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിൻ്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും വിരോധമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നീക്കത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ദീർഘകാലമായി CPIM-മായി അകൽച്ചയിലാണ് സുരേഷ്. 24 പാലക്കാട്. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം. ഇടുക്കിയിൽ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിൽ റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയത്. ജോസ് കെ മാണി പാലായിൽ നിന്ന് മാറില്ല എന്ന് വ്യക്തമായതോടെ കടുത്തുരുത്തി സീറ്റിൽ മത്സരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിൽ പ്രധാന നേതാക്കളെല്ലാം രംഗത്തെത്തി. കഴിഞ്ഞ തവണ പാലായിൽ തോറ്റതോടെ സുരക്ഷിത മണ്ഡലമെന്ന നിലയ്ക്ക് ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറുമെന്നായിരുന്നു അഭ്യൂഹം. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ജോസ് കെ മാണി തയ്യാറായിരുന്നില്ല. പാലായിൽ തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും ജോസ് കെ മാണി ഒഴിഞ്ഞുമാറിയിരുന്നു. എന്നാൽ LDF-ന്റെ വികസന മുന്നേറ്റ ജാഥ പാലായിൽ എത്തിയതോടെ ചില സൂചനകൾ പുറത്തു വന്നു. പിന്നാലെ ഇടുക്കിയിൽ വെച്ച് റോഷി അഗസ്റ്റിൻ സസ്പെൻസ് പൊളിച്ചു. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിൽ അവർ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. വികസന വിഷയങ്ങളിൽ മാണി സി കാപ്പനുമായി വാക്പോര് രൂക്ഷമായതിന് പിന്നാലെയാണ് ജോസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഷോൺ ജോർജ് പാലായിലെത്തുന്നതും ഗുണം ചെയ്യുമെന്നാണ് ജോസിന്റെ കണക്കുകൂട്ടൽ. ജോസ് കെ മാണി പാലായിൽ തന്നെയെന്ന് വ്യക്തമായതോടെ കേരള കോൺഗ്രസ് എമ്മിൽ കടുത്തുരുത്തി സീറ്റിനു വേണ്ടി മറ്റ് നേതാക്കൾ നീക്കം ആരംഭിച്ചു. ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് മുതൽ KSC സംസ്ഥാന പ്രസിഡന്റ് വരെ സാധ്യതാ പട്ടികയിലുണ്ട്. 24 കോട്ടയം. തുടർ ഭരണത്തിനെതിരായ കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K സച്ചിദാനന്ദന്റെ പ്രതികരണത്തിൽ ചർച്ചകൾ അവസാനിക്കുന്നില്ല. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്നും K സച്ചിദാനന്ദൻ വ്യക്തമാക്കി. സച്ചിദാനന്ദനെ പിന്തുണച്ചും എതിർത്തും ഇന്നും രാഷ്ട്രീയ സാഹിത്യ ലോകത്ത് നിന്ന് പ്രതികരണങ്ങളുണ്ടായി. തുടർഭരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K സച്ചിദാനന്ദൻ താൻ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സൈബറിടങ്ങളിലെ ആൾക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. ഫാസിസത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ് താൻ. ഇതൊന്നും മനസ്സിലാകാത്തവരോട് മറുപടി പറയേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നുന്നുവെന്നും ഫേസ്ബുക്കിൽ K സച്ചിദാനന്ദൻ കുറിച്ചു. സച്ചിദാനന്ദനോടുള്ള വിയോജിപ്പ് CPIM നേതാക്കൾ വ്യക്തമാക്കി. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെ സോഷ്യലിസം തെറ്റാണെന്ന് അയാൾ പറയുന്നത്. സോഷ്യലിസം ഒറ്റ പാർട്ടിയുടെ ഭരണമാണ്. തിരുത്തേണ്ടത് തിരുത്തും.
അതാര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ ആ രീതിയിലെ ഈ വിമർശനങ്ങൾ കാണുന്നുള്ളൂ. വിവാദത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ: സച്ചിമാഷെ ഇടതുപക്ഷം കാണുന്നത് ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെയും ആശയങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വലിയ കവിയാണ്. സച്ചിമാഷിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ശക്തിപ്പെടുത്തും. അതേസമയം സച്ചിദാനന്ദനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. അവർ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം വന്നാൽ നല്ലത് വരും കേരളത്തിനൊരു മാറ്റമുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നടന്ന ആളുകളാണ്. ഇന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ഇവർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, കുഞ്ഞികൃഷ്ണയൊക്കെ പോലുള്ള ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, അതുപോലെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന ഇടതുപക്ഷ സഹയാത്രികരുമാണ്. സച്ചിദാനന്ദന്റെ നിലപാടിനെ വിമർശിച്ച് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇനി പാർലമെന്റിൽ എന്ത് സംഭവിച്ചു എന്നതിലേക്കാണ്. തുടർച്ചയായ 7ാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ സ്തംഭിച്ചു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ ഇന്ന് 2 തവണയാണ് തടസ്സപ്പെട്ടത്. അതേസമയം സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. 100-ലേറെ അംഗങ്ങൾ ഒപ്പുവെച്ച അവിശ്വാസ പ്രമേയ നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. സ്പീക്കറുമായി സംസാരിച്ച ശേഷം കടുത്ത നീക്കത്തിലേക്ക് കടക്കാമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. നോട്ടീസ് നൽകിയതിന് പിന്നാലെ സമവായ നീക്കവുമായി ഭരണപക്ഷം രംഗത്തെത്തി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിക്കും. ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് ഗൌരവ് ഗൊഗോയ്, KC വേണുഗോപാൽ എന്നിവർ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ ആത്മകഥയെ ചൊല്ലി വിവാദം തുടരുകയാണ്. പുസ്തകത്തിന്റെ പകർപ്പുകൾ പ്രസിദ്ധീകരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. എന്നാൽ പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്നാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അനുമതി ലഭിക്കും മുമ്പ് പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. എന്നാൽ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകാത്ത പുസ്തകത്തിന്റെ പകർപ്പുകൾ പ്രസിദ്ധീകരിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. അതേസമയം പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്നെന്നാണ് കോൺഗ്രസ് അവകാശവാദം. പുസ്തകം ആമസോണിലാണ് ഞങ്ങൾ വായിച്ചത്. ആ ആമസോണിൽ കിട്ടിയ പുസ്തകത്തിന് ഇപ്പൊ അവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. എടുക്കട്ടെ. പുസ്തകം ഓൺലൈനിൽ വാങ്ങാനുള്ള വിവരങ്ങൾ ജനറൽ MM നരവനെ തന്നെ പങ്കുവച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. Believe Mr. Narawan, he is the army chief. He has made certain statements in the book that is inconvenient for the government of India. It's inconvenient for the Prime Minister of India. അതേസമയം പുസ്തകത്തിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 24 ഡൽഹി. കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ വലിയ പ്രതിഷേധം അല്പസമയം മുൻപ് പ്രേക്ഷകർ തത്സമയം കണ്ടതാണ്. ആ വാർത്തയിലേക്കാണ്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ച് SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തതും കായിക വിദ്യാർത്ഥികൾക്ക് TA നൽകാത്തതും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. അടുത്തത് 24 ഇംപാക്ട് വാർത്തയാണ്. RCC സ്റ്റാഫ് നഴ്സ് നിയമനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. താത്കാലിക സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ബന്ധു നിയമനം നടത്തിയെന്ന കണ്ടെത്തലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 ആണ് RCC സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. വീണ്ടും പരീക്ഷ നടത്തും. അതിൽ ചെലവ് കുറ്റക്കാരിയിൽ നിന്ന് ഈടാക്കും. വിവരങ്ങൾ. അനുജ, തീർച്ചയായും. അതായത് RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഇതിൽ ഈ ഇന്റർവ്യൂ, അതായത് അഭിമുഖത്തിലും പരീക്ഷയിലും അടക്കം ആദ്യ അവസാനം വരെ ഇടപെട്ട് ബന്ധുക്കളെ അടക്കം നിയമിച്ചു, അടുപ്പക്കാരെ അടക്കം സ്റ്റാഫ് നഴ്സായി നിയമിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരായ പരാതി. ആ പരാതിയിന്മേൽ RCCയുടെ അന്വേഷണം നടന്നു. RCCയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അത് ആരോഗ്യവകുപ്പിന് കൈമാറുകയും ആരോഗ്യവകുപ്പ് RCCക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ ഉത്തരവായി തന്നെ നിർദ്ദേശിക്കുകയും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷ റദ്ദു ചെയ്യണം എന്നുള്ളതാണ്. അതായത്
നിലവിൽ 18 പേരെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ 18 പേരെയും പിരിച്ചുവിടണം. ആ പരീക്ഷ റദ്ദ് ചെയ്ത് 319 പേരടങ്ങിയ ആ പരീക്ഷ എഴുതിയവരെ വീണ്ടും പരീക്ഷ എഴുതിപ്പിക്കണം. അഭിമുഖം ഉണ്ടാകില്ല, എഴുത്തു പരീക്ഷ മാത്രം എഴുതിപ്പിക്കണം. മറ്റൊന്ന്, ഈ ശ്രീലേഖ ആറിനെതിരെ, ചീഫ് നഴ്സിംഗ് ഓഫീസർക്കെതിരെ അച്ചടക്ക നടപടിക്ക് കൂടി ശുപാർശ ചെയ്തിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഈ പരീക്ഷാ നടത്തിപ്പിന് RCCക്ക് പുറത്തുള്ള സർക്കാർ അംഗീകാരമുള്ള ഏജൻസിയെ ചുമതലപ്പെടുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. അതിൽ ആ പരീക്ഷാ നടത്തിപ്പിനായി LBS സെന്ററിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ അത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുനഃപരീക്ഷ നടത്തുന്നതിന് അധികമായി ചെലവാകുന്ന തുക ഈ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ശ്രീലേഖ ആറിൽ നിന്ന് ഈ അധികമായി ചെലവാകുന്ന തുക ഈടാക്കും. ഇതിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ഈ കുറ്റത്തിന്, അതായത് താൽക്കാലിക സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ബന്ധുനിയമനം നടത്തിയെന്ന കണ്ടെത്തലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് കൂടുതൽ അച്ചടക്ക നടപടികൾ എന്താണ് എന്നുള്ള കാര്യം RCC ആലോചിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് RCC സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അതിലാണിപ്പോൾ നടപടിയായിരിക്കുന്നത്. 24 ഇംപാക്ട്. മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട 36 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. ഇതോടെ അഗസ്റ്റിൻ സഹോദരങ്ങൾ പ്രതിയായ മുഴുവൻ കേസുകളിലും കുറ്റപത്രമായി. റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് മുഖ്യപ്രതികൾ. മുട്ടിൽ ഈട്ടിക്കൊള്ളക്കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ മുഖ്യപ്രതികളായ 36 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പോലീസ് 41 കേസുകൾ എടുത്തിരുന്നു. 36 കേസുകളിലാണ് ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ പ്രതികളായുള്ളത്. 36ാമത്തെ കുറ്റപത്രം പോലീസ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ഇനി സമർപ്പിക്കാനുള്ള 5 കുറ്റപത്രങ്ങളിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ നേരിട്ട് ഈട്ടിക്കൊള്ള നടത്തിയ കേസുകളല്ല. 2020 ഒക്ടോബറിലെ റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിന്റെ മറവിൽ വയനാട്ടിലെ ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലായിരുന്നു ഈട്ടിക്കൊള്ള. DYSP VV ബെന്നിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രതികളെ പൂട്ടാൻ പ്രാപ്തമായ കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുട്ടിൽ ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വനം, പോലീസ്, റവന്യൂ വകുപ്പുകൾ 120-ലധികം കേസുകൾ എടുത്തിരുന്നു. മരമുറിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി ഈ മാസം 17-ന് ഹൈക്കോടതി പരിഗണിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ മരംകൊള്ളയിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുക, ഒപ്പം തന്നെ പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നതെല്ലാം ഇനി കാത്തിരുന്ന് കാണാം. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ആന്റോ ആന്റണി MP-യും CPIM നേതാവ് KP ഉദയഭാനുവും തമ്മിലുള്ള പോര് കടുക്കുന്നു. തനിക്കെതിരെയുള്ള ആരോപണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉദയഭാനുവിന് ആന്റോ ആന്റണി വക്കീൽ നോട്ടീസ് അയച്ചു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാപ്പ് പറയില്ല എന്നുമാണ് KP ഉദയഭാനുവിന്റെ പ്രതികരണം. 2 ആരോപണങ്ങളാണ് ആന്റോ ആന്റണിക്കെതിരെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ഉന്നയിച്ചത്. ഒന്ന്, തന്ത്രിയുടെ 2.5 കോടി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചെന്നും ബാങ്ക് പൊളിഞ്ഞപ്പോൾ ആന്റോ ആന്റണി MP ഈ തുക പിൻവലിച്ചെന്നും. ഇത് SIT അന്വേഷിക്കണം. 2, രാജുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 2 കോടിയിൽ ആന്റോ ആന്റണി തിരികെ നൽകിയത് 20 ലക്ഷം മാത്രം. ഇതായിരുന്നു ഉദയഭാനുവിന്റെ ആരോപണങ്ങൾ. ഇതിനെതിരെയാണ് ആന്റോ ആന്റണിയുടെ വക്കീൽ നോട്ടീസ്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. ലീഗൽ നോട്ടീസിന് ലീഗലായിട്ടുള്ള മറുപടി തരണം. തന്നു കഴിഞ്ഞിട്ട് പറയും. ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഏതന്വേഷണവും അത് ഉദയഭാനുവും കൂടെ ഒന്ന് തയ്യാറായിട്ടിരുന്നോളാം പറഞ്ഞു. അതേസമയം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KP ഉദയഭാനു. ആന്റോ ആന്റണിയാണ് മാപ്പ് പറയേണ്ടതെന്നും KP ഉദയഭാനു. സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ആന്റോ ആന്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണിയാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്? ഞാനിങ്ങനെ പൈസ വാങ്ങിച്ച് എനിക്ക് ആവശ്യമുള്ള എന്നോട് ക്ഷമിക്കണമെന്ന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. എല്ലാം അന്വേഷണത്തിലൂടെ SIT കണ്ടെത്തട്ടെ എന്നും താൻ നിയമപരമായി നോക്കിക്കൊള്ളാമെന്നും KP ഉദയഭാനു പറയുന്നു. 24 പത്തനംതിട്ട. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. വൃക്ക മാറ്റിവെക്കൽ നടത്തുന്നതുവരെ ഡയാലിസിസ് അനിവാര്യമെന്നും മെഡിക്കൽ സംഘം. ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം. ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി. CPIM-ൽ നിന്ന് പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണനെതിരെ കണ്ണൂർ പയ്യന്നൂരിൽ വീണ്ടും ബാനർ പ്രത്യക്ഷപ്പെട്ടത് ഒറ്റുകാരുടേതല്ല പോരാളികളുടേതാണ് ചരിത്രമെന്ന വാചകത്തോടെ. പയ്യന്നൂർ സഖാക്കൾ എന്ന പേരിലാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് GST ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB. ആലുവ ഡിവിഷണൽ ഓഫീസിന്റെ ഫ്യൂസാണ് ഊരിയത്.
കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു. 30ഓളം പേർക്ക് പരുക്ക്. അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം. കായിക വാർത്തകൾ. T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മുൻ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച നടക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി നടത്തിയ ചർച്ച വിജയം കണ്ടെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അറിയിച്ചു. ലോകകപ്പിൽ നിന്ന് വിട്ടുനിന്ന ബംഗ്ലാദേശിനെതിരെയും നടപടി ഉണ്ടാകില്ല. അയൽവാശി തീർന്നു. ഇനി കൊളംബോയിലെ ക്ലാസിക് പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പ്. ഒരു 2020 മത്സരം പോലെ ഉദ്യോഗജനകമായ വിവാദ സംഭവങ്ങൾക്ക് സൂപ്പർ ക്ലൈമാക്സ്. ICC പ്രതിനിധികൾ ലാഹോറിലെത്തി നടത്തിയ മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യക്കെതിരായ മത്സരത്തിലെ ബഹിഷ്കരണത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പിന്മാറ്റം. ത്രിരാഷ്ട്ര പരമ്പര വേണമെന്നതടക്കമുള്ള ഉപാധികൾക്ക് പച്ചക്കൊടിയില്ലെങ്കിലും ബംഗ്ലാദേശിനെതിരായ നടപടി ഒഴിവാക്കാമെന്ന ICC ഓഫറിന് പാകിസ്ഥാൻ സലാം ചൊല്ലി. ചർച്ചയ്ക്ക് പിന്നാലെ പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മോഹ്സിൻ നഖ്വി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ICCയുമായുള്ള ചർച്ചകളുടെയും ശ്രീലങ്ക അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെയും അഭ്യർത്ഥനകളുടെ പശ്ചാത്തലത്തിൽ പാക് ടീം കളത്തിലിറങ്ങുമെന്ന സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പിന്നാലെ എത്തി. ഇന്ത്യയിൽ കളിക്കണമെന്ന ICCയുടെ അന്ത്യശാസനം തള്ളിയതിന്റെ പേരിൽ ലോകകപ്പിൽ നിന്ന് പുറത്തായ ബംഗ്ലാദേശിനെതിരെ അച്ചടക്ക നടപടിയുണ്ടാകില്ല. 2028-നും 2031-നും ഇടയിലുള്ള ഏതെങ്കിലും ICC ടൂർണമെന്റിന്റെ വേദി ബംഗ്ലാദേശിന് അനുവദിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പതിവിലും വീറും വാശിയുമേറും ഇത്തവണത്തെ പോരാട്ടത്തിന്. സ്പോർട്സ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത KS സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPIM എന്നുള്ളതാണ്. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സച്ചിദാനന്ദന്റെ അരണാട്ടുകരയിലെ വസതിയിലെത്തിയുള്ള കൂടിക്കാഴ്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നും KS സച്ചിദാനന്ദൻ തന്റെ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയോടെയാണോ ഈ കൂടിക്കാഴ്ച? തീർച്ചയായും അങ്ങനെ തന്നെ ആകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അശോകൻ ചെരുവിലുണ്ട്. CPIMന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉണ്ട്. അദ്ദേഹം സച്ചിദാനന്ദനും അവരുടെ പത്നിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ നേരം ഇവിടെ തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇരുവരും പുറത്തിറങ്ങിയിരിക്കുന്നത്. അല്പസമയം മുൻപ് അശോകൻ ചെരുവിലടക്കം ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നുകൂടി കാണാതിരുന്നുകൂടാ. എന്തായാലും സംസ്ഥാന സെക്രട്ടറി തന്നെ തുടർഭരണം ഉറപ്പ് എന്ന ഒരു പ്രതികരണം സച്ചിദാനന്ദന്റെ പ്രതികരണത്തിന് ശേഷം കൊടുത്ത സാഹചര്യത്തിൽ തോമസ് ഐസക് അടക്കം ഈ ഒരു വിഷയത്തിൽ ഒരു മയപ്പെടുത്തിയ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ മുതിർന്ന നേതാവ്, ഇവിടുത്തെ MLA ഒക്കെ ആയിട്ടുള്ളായിരുന്ന KV അബ്ദുൽ ഖാദർ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. നിലപാടിൽ സച്ചിദാനന്ദൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം ഇനി പ്രതികരിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. പക്ഷേ CPIM നേതാക്കൾ അവർക്ക് സച്ചിദാനന്ദന്റെ വീട് ഒരു അന്യമായ ഒരു പ്രദേശമല്ല, എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അശോകൻ ചെരുവിൽ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹവും കൂടെയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ KV അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും സച്ചിദാനന്ദനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് KV അബ്ദുൽ ഖാദറിനൊപ്പം എന്നതാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. 1 PM ന്യൂസ് അവസാനിക്കുന്നു.